ഭാഗികമായി തകർന്ന 30 വീടുകൾ നേരത്തെ നിർമ്മിച്ചു നൽകി, ഭാഗികമായി തകർന്ന മറ്റൊരു 30 വീടുകൾ ഇപ്പോൾ നിർമ്മിച്ച് പൂർത്തിയായിട്ടില്ല എന്ന് പറഞ്ഞു. പൂർത്തിയായിട്ടില്ല എന്നുള്ളത് ഒരു പരാതിയായി നിൽക്കേണ്ടതാണ്. കാരണം ഇത്ര വർഷങ്ങൾക്കിപ്പുറം പൂർത്തിയായിട്ടില്ല എങ്കിൽ പുനർജനി അത് പരിശോധിക്കുന്നുണ്ടോ, അതായത് ഈ കണക്ട് ചെയ്ത് കൊടുക്കുക എന്നതിനപ്പുറം നിർമ്മാണം പൂർത്തിയായിട്ടുണ്ടെന്നൊരു പരിശോധന പുനർജനി നടത്തുന്നുണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കാം. പക്ഷെ അതല്ലല്ലോ കേസ്, അതല്ലല്ലോ ഇത്. CBIക്ക് വിടേണ്ട കേസ് എന്താണെന്നാണ് പറയുന്നത്, വിദേശ നാണ്യ വിനിമയ ചട്ടം ലംഘിച്ചു എന്നുള്ളതാണല്ലോ. അപ്പോൾ ആ നിരത്തിൽ കേസ് നിൽക്കില്ല. ഒരു പരാതിക്കാരൻ ആവർത്തിച്ച് അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പരാതിക്കാരൻ്റെ ഇരുന്ന് പരാതി വീണ്ടും വീണ്ടും എഴുതി വാങ്ങുകയാണോ എന്ന ചോദ്യം കൂടി അവിടെ നിൽക്കുകയാണ്. ഇത് പല കേസുകളിലും, രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ നമുക്കറിയാം, പെരിയ കേസ് അടക്കമുള്ള കേസുകളിൽ എങ്ങനെയാണ് CBI അന്വേഷണം എന്ന കുടുംബം ആവശ്യപ്പെട്ട് കരഞ്ഞുകൊണ്ട് സർക്കാരിൻ്റെ അടുത്ത് വരുമ്പോഴും CBI അന്വേഷണത്തിനെതിരെ കോടതിയിൽ അറ്റം വരെ പോവുകയാണ്. 90 ലക്ഷത്തിലധികം ചെലവ് ആ കേസിന് വേണ്ടി മാത്രം ചെലവഴിച്ചിട്ടുണ്ട്. വേറെയും രാഷ്ട്രീയ കൊലപാതക കേസുകളിൽ ചെലവഴിച്ച കണക്ക് 2 കോടിയിലപ്പുറം വരും. അത് അഭിഭാഷകരെ എത്തിക്കാനും ആ കേസിന് മുന്നോട്ടുള്ള കാര്യത്തിനുമൊക്കെ അത്രയും തുക ചെലവഴിക്കുന്നുണ്ട്. അപ്പോൾ CBI അത്രത്തോളം വെറുക്കുന്നു. CBI എന്ന കേന്ദ്ര ഏജൻസി രാഷ്ട്രീയമായി ദുരുപയോഗം ചെയ്യുക, അല്ലെങ്കിൽ രാഷ്ട്രീയമായി പ്രതിയോഗികളെ തകർക്കാനുള്ള സംവിധാനമാണ് എന്ന് പറയുന്ന ഇടത് സർക്കാർ ഈ വിഷയത്തിൽ CBI കേസിൽ വിടുമോ? അങ്ങനെ വിടുന്നില്ല എങ്കിൽ പിന്നെ എന്തിനാണ് ആ വാർത്ത ഇപ്പോൾ പുറത്തേക്ക് വിട്ടത്? അങ്ങനെ ഒരു ചോദ്യമുണ്ടല്ലോ. ആ ചോദ്യം അവിടെ നിൽക്കുകയാണ്. അതിൽ വ്യക്തത വരുത്തേണ്ടത് മുഖ്യമന്ത്രിയുടെ ഓഫീസാണ്. പ്രതിപക്ഷ നേതാവ് എന്നതിനപ്പുറം പ്രതിപക്ഷത്തെ ഐക്യത്തോടെ നിർത്താൻ, അല്ലെങ്കിൽ ഈ ഒരു കേസ് വരുന്നു എന്ന്, അല്ലെങ്കിൽ ഇങ്ങനൊരു വാർത്ത രാവിലെ വന്നതോടുകൂടി പ്രതിപക്ഷത്തിന്റെ ഐക്യം, അല്ലെങ്കിൽ കോൺഗ്രസിനകത്തെ നേതാക്കളുടെ ഐക്യമാണ് നമ്മൾ കണ്ടത്. തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾക്ക് ഒന്നുകൂടി ചൂട് പകരാൻ, അല്ലെങ്കിൽ അവർക്ക് കുറച്ചുകൂടി ഒരു ആത്മവിശ്വാസം നൽകാൻ യഥാർത്ഥത്തിൽ ഈ ഒരു ആരോപണം സഹായിച്ചു എന്നുള്ളതാണ്.